ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ പരമാവധി ഒരു ഡേയിലുള്ള ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കാലത്ത് തന്നെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ തണ്ടലിക്കുള്ള കൈക്കുത്തൽ കേട്ടോ. അത് ഞാൻ പരമാവധി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ഇടയിൽ കയറി വരും. അങ്ങനെ ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീട്ടിലായിരുന്നുണ്ട് ഇത്രയും ദിവസം. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റൂം കാട് പോലെയാണ് കിടന്നിരുന്നത്. അതും പോരാഞ്ഞ് കുറേ അധികം തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പറക്കിയെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ് കേട്ടോ. ആ ടൈമിൽ പിന്നെ വാവ ജിഷ്ണേട്ടൻ ഉറങ്ങാടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ വല്ല സാധനങ്ങളും തൊലി കളയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വേസ്റ്റ് പേപ്പർ അങ്ങനെ വിൽക്കും. അതാകുമ്പോൾ നമ്മുടെ അവിടെ ഇതാവില്ലല്ലോ, ഇത് ക്ലീനാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചെയ്യാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കത്തി വെച്ചിട്ട് ഉള്ള അരിയലിനേക്കാളും എന്ന് വെച്ചാൽ തൊലി കളയാനേക്കാളും ഇഷ്ടം ആ പീലർ വെച്ചിട്ട് പീൽ ചെയ്യാനാണ് കേട്ടോ. എനിക്ക് എളുപ്പം കഴിയണ പോലെ തോന്നും. പക്ഷെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ തൊലി കളയാൻ നിൽക്കണ നേരം പെട്ടെന്ന് ആ കത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എളുപ്പമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് കത്തി വെച്ചിട്ട് പീലർ വെച്ചിട്ട് പീൽ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അതൊക്കെ പീൽ ചെയ്ത് അരിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള അരിഞ്ഞു കേട്ടോ. കാരണം വാവ എണീക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സവാളയും അത് പച്ചമുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എത്ര കൈ കഴിയുമെന്ന് പറഞ്ഞാലും വാവേനെ എടുക്കുമ്പോൾ എന്തോ ഒരു തൃപ്തിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാവ എണീക്കണേക്കാളും മുമ്പ് വേഗം തന്നെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കുക്കറിലിട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചു. സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഇതിന് വേണ്ടിയിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചെറുപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുതിരൂല. അപ്പോൾ നമുക്ക് ഒരു വിസിലടിയിൽ തന്നെ അത് വേവും. അങ്ങനെ അത് ഒരു സ്ഥലത്തേക്ക് നീക്കി വെച്ചു. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ കറിയുടെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ വാവയ്ക്കുള്ള കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ. കുറച്ച് വെക്കുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഇതാണ് നമ്മുടെ വാവ എണീച്ചു കേട്ടോ. വാവ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചധികം ടൈം പിന്നെ എൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം ചടപടേന്നുകൊണ്ട് കറികളൊക്കെ ചെയ്തു. കറി ഉണ്ടാക്കി. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അങ്ങനെ അതുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ വാവേനെ കുളിപ്പിക്കലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വാവ ഉറക്കമായിട്ട് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ വാവ കിടന്ന് ഉറങ്ങി. ആ ടൈമിൽ ഞാൻ പിന്നെ വേഗം ചടപടേന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ബെഡ്റൂം ഞാൻ പറഞ്ഞില്ലേ ആകെ ചപ്രാച്ചിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അത് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ കുടഞ്ഞ് വിരിക്കുകയാണ്. അവനെ തൊട്ടില്ലാണ്ട കിടത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൻ കുറച്ചധികം ടൈം അങ്ങനെ കിടന്നുറങ്ങിക്കോളും. കട്ടിലുമ്മയാണെങ്കിൽ അവൻ എത്ര നേരം കിടന്നുറങ്ങില്ല. അവൻ്റെ അടുത്ത് നമ്മൾ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണീക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തൊട്ടില്ലാണ്ട കിടത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്താ പറയുക, തൊട്ടിൽ കിടത്താനേക്കാൾ ഇഷ്ടം ബെഡിൽ കിടത്താനാണ്. പക്ഷെ പണിയെടുക്കണ്ടേ. അപ്പോൾ എന്തായാലും തൊട്ടില്ലല്ലേ നടക്കൂ രക്ഷ. അങ്ങനെ അതിൽ കിടത്തി ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്രതായിട്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് പിന്നെയും ഇതാവും ഇങ്ങനെ ഇത് കാലം കോലം ആവണുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറഞ്ഞ ഒരു കാര്യമാണ്, ഇതൊന്ന് വിരിച്ചിട്ടൂടെ എന്ന് വെച്ചിട്ട്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അംഗം എന്ന് പറയണത് കേട്ടോ. ഒരു 3-4 ദിവസത്തേക്ക് വീട്ടിലേക്ക് നിൽക്കാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്നിട്ട് അതൊക്കെ പിന്നെ അത് ഒതുക്കലായിട്ടാണ്. വേഗം തന്നെ ചടപടാന്ന് കൊണ്ട് ഒതുക്കി. കാരണം എങ്ങനെയെങ്കിലും ഇത് ഒതുക്കണേൻ്റെ എല്ലാം വാവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എടുക്കും. പിന്നെ ഒതുക്കൽ നടക്കില്ല. അങ്ങനെ ചടപടാന്ന് വേണ്ടി ഞാൻ പിന്നെ അത് ഒതുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മൂലക്കിൽ കഴിഞ്ഞ് പിന്നെ അടുത്ത മൂലക്കിൽ വേറൊരു കൂമ്പാരം കിടക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒതുക്കി പിന്നെ കുറേ തുണികളും മടക്കിയിട്ട് അലമാരയിൽ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാതും അങ്ങനെ പതുക്കെ ഒക്കെ സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ വാവത ഒന്ന് എണീച്ചു കൂട്ടുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുക്കുകയാണ് കേട്ടോ തൊട്ടിൽ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തൊട്ടിൽ ആട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അങ്ങനെ നിന്ന് നമ്മൾ തൊട്ടിൽ ആട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ അവസാനമായപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റൂമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ അധികം അത്യാവശ്യം സാധനങ്ങൾ ഒതുക്കാറുണ്ട്. എന്നാലും കാണുമ്പോൾ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ എല്ലാതും ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്.
പിന്നെ ബെഡ്ഷീറ്റും എല്ലാതും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞിപ്പോൾ ഇത് നോക്കിയിരിക്കുകയാണ്, വീഡിയോ എടുത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്താവും വാവി എണീക്കുക. അപ്പോൾ എനിക്കൊന്നും നടക്കില്ല, എൻ്റെ കുളിയും എല്ലാതും അവിടെ ഇടും. അങ്ങനെ പിന്നെ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഇടയിൽ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാവ എണീച്ചു. പിന്നെ വാവ കണ്ടില്ലേ, അവ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ടൈം പിന്നെ അങ്ങനെ കിടന്ന് കളിക്കും. പിന്നെ ഉറങ്ങേണ്ട കാര്യം പിന്നെ അത് നോക്കിയേ വേണ്ട. അങ്ങനെ ആ ടൈമിൽ ഞാൻ നഖം വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഇത് മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. വാവയുടെ നഖം വെട്ടണ ഈ ഒരു സംഭവം വന്നിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം ഞാനും ഇത് യൂസ് ചെയ്തിടുന്നില്ല. സാധാരണ നമ്മുടെ നെയിൽ കട്ടർ ഇല്ലേ, ഉണ്ണിയോളുടെ നെയിൽ കട്ടർ ഉണ്ടാവുമല്ലോ, അത് തന്നെയാട്ടോ ഞാനും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് വെച്ചിട്ട് ഒരു വട്ടം വെട്ടിയപ്പോൾ ചെറുതായ രീതിയിലൊന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ പിന്നെ ടെൻഷനായി. അങ്ങനെയാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഇതാണ് കേട്ടോ അത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണ്ടവരുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ജിഷ്ണായിട്ട് വന്നിട്ട് ഓഫീസിൽ നിന്ന് അത് ഞങ്ങൾ വെറുതെ ജസ്റ്റ് നടക്കാൻ പോയിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള റോഡാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയിട്ട് അപ്പോൾ ഭാവിയും പിന്നെ ഇപ്പോൾ ഉച്ചരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗിടിഗിടിയാണ്. അവൻ എങ്ങനെയെങ്കിലും നടക്കാനോ അങ്ങനെ എങ്ങനെയെങ്കിലും പോകണം. അങ്ങനെ ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഐശ്വര്യ ലത്തീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്, ഒരു ഹോട്ടലാണ്. അവിടെ കയറി ഇവിടെ അരുണിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതുവരെ ഈ വാട്ടർമെലൻ്റെ ആ ഐസ്ക്രീമില്ലേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വെറുതെ ഒന്നിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു വാട്ടർമെലൻ്റെ ഈ ഐസ്ക്രീമും പിന്നെ കുറച്ച് വേറെ ബൈറ്റ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം സൂപ്പറാണേ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ജിമ്മിന് പോയിട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ജിമ്മിന് പോയത്. സെക്കൻഡ് ഡേ അങ്ങനെയാണ് ജിമ്മിൻ്റെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയി വന്നു. അപ്പോൾ വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.